ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് കോൾഡ് ഉണ്ട്, അതുകൊണ്ട് വോയിസൊക്കെ ഒരുമാതിരി പോലെയാണ് ഇരിക്കുന്നത്. ഇന്ന് എൻ്റെ ഒരു ദിവസം സൺഡേ ആട്ടോ. സാധാരണ സൺഡേ എല്ലാവരും നല്ല ബിസി ആയിട്ട് എല്ലാവരും വർക്കിംഗ് വുമൺസ് എല്ലാം സൺഡേ ആയിരിക്കും ജോലിയെല്ലാം തീർക്കുന്നത്. പക്ഷേ എൻ്റെ സൺഡേ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സൺഡേ ആട്ടോ. നല്ല റിലാക്സ് ആയ ഡേ ആണ് എൻ്റെ സൺഡേ. ഞങ്ങളൊരു 8:45 സൺഡേസ് എണീക്കാറ്. കാരണം പിന്നെ എൻ്റെ മോൻ 8:45 എണീക്കും, അതുകൊണ്ട് ഞങ്ങൾ 8:45 എണീക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് എണീറ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ ചർച്ചിൽ പോകേണ്ട ദിവസമാണ്. 9 o'clock മാസം. അപ്പോൾ ഞങ്ങൾ 8:45 എണീറ്റ് പെട്ടെന്ന് റെഡി ആവും കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല, ഞങ്ങൾ ജസ്റ്റ് ചൂടുവെള്ളം കുടിച്ചിട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ റെഡിയായി അവസാനമാണ് അവനെ റെഡിയാക്കുന്നത്. അല്ലെങ്കിൽ അവൻ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണിച്ച് എല്ലാം ഡ്രസ്സ് ചീത്തയാക്കും. അതുകൊണ്ട് പോകാൻ നേരത്തെ അവനെ റെഡിയാക്കാവുള്ളൂ. അപ്പോൾ ഞാനിതാണ് എൻ്റെ ലുക്ക്. ഞാൻ നന്നായിട്ട് റെഡിയായി ഒരു സെൽഫിയൊക്കെ എടുത്ത് ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കിയതാണ്, അല്ലെങ്കിൽ സമയം കിട്ടാറില്ല. പിന്നെ അവനെയും റെഡിയാക്കിയത് അവൻ്റെ ഡ്രസ്സാട്ടോ. ഞാൻ അവനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാട്ടോ അവൻ്റെ ഡ്രസ്സൊക്കെ മേടിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. ഇതാണ് ആ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പുറത്തു നിന്നാണ് എപ്പോഴും എടുക്കാറ്, കാരണം കടകളിൽ പോയി എടുത്താൽ എല്ലാവർക്കും കോമൺ ഡ്രസ്സായിരിക്കുമല്ലോ, ഈ സ്റ്റുഡിയോ വെസ്റ്റ് സൈഡ് അവിടെയൊക്കെ. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്നാണ് അവന് ഡ്രസ്സ് എടുക്കാറ്. പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് ഒരു 9:15 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവന് പള്ളിയിൽ പോകുമ്പോൾ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കയ്യിൽ കാണും. ഇപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെയിലുണ്ട്. വെയിൽ മുഖത്തേക്ക് അടിക്കുമ്പോഴാണ് ഞങ്ങൾ 3 പേരും എണീക്കാറ്. നല്ല വെയിലുണ്ട്. അപ്പം പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വീഡിയോ എടുത്തില്ല, പ്രൈവസി മൂലം ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എഗ് ദോശയും സാമ്പാറും ആയിരുന്നു, അതൊക്കെ കഴിച്ചു. ഭയങ്കര വിശന്ന് വന്നുകൊണ്ട് അതിൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുക്കണല്ലോ എന്ന് ഓർത്ത് എടുത്തത്. പിന്നെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. മോൻ കഴിച്ചത് ദോശ, സെയിം അവനും എഗ് ദോശ സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനത് ടി വിയൊക്കെ കണ്ട് അവനും അത് കഴിച്ചു. അപ്പോഴത്തേക്കും ഒരു 12 മണിയായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം ടൈമൊക്കെ ചുമ്മാ ഇരിക്കുമായിരുന്നു കേട്ടോ. ഒരു പണിയില്ലായിരുന്നു. വീടൊന്ന് അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി അതൊരു 10 മിനിറ്റിനുള്ളിൽ അത് തീർന്നു. വേറെ പണിയൊന്നുമില്ലായിരുന്നു, ചുമ്മാ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു 1 മണിയായപ്പോഴത്തേക്കും അവൻ കിടന്നുറങ്ങി. ഞാനും ഒരു ഉറക്കം പാസ്സാക്കി കുറച്ച് നേരം ബിഗ് ബോസൊക്കെ കണ്ടിരുന്ന്. വേറെ ഒരു പണിയില്ലായിരുന്നു, അതുകൊണ്ട് ബിഗ് ബോസൊക്കെ കണ്ടിരുന്ന് ഞാനും അങ്ങ് ഉറങ്ങി. ഞങ്ങൾ 2 പേരും എണീറ്റപ്പോൾ 4 മണിയായി. 1 മണി തൊട്ട് 4 മണി വരെ ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഞാൻ അവനെ ഏൽപ്പിച്ചു. 4 മണി കഴിഞ്ഞ് വീണ്ടും ഇനി ഉറങ്ങിയാൽ പിന്നെ രാത്രി ഉറങ്ങില്ല, അതുകൊണ്ട് ഞാൻ അവനെ ഏൽപ്പിച്ചു. പിന്നെ കുറേ നേരം ഞാൻ അവൻ്റെ കൂടെ അങ്ങോട്ട് കളിച്ചുകൊണ്ടങ്ങിരുന്നു. കാരണം അവനൊന്ന് രാവിലെ ദോശ കഴിച്ചുള്ളൂ, പിന്നെ അവനൊന്നും കഴിച്ചില്ല. 12 മണിയായപ്പോഴാണ് കഴിച്ചത്. പിന്നെ രാവിലെ ചർച്ചയിൽ നിന്ന് പാലും അവനുള്ള ബനാനയൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകും, ചിക്കൻ നഗറ്റ്സൊക്കെ, അതൊക്കെ അവൻ അതിലൂടെ നടന്ന് കഴിച്ചായിരുന്നു. പിന്നെ ഇപ്പം ഉറക്കത്തിൽ നിന്ന് എണീറ്റേ ഉള്ളൂ കേട്ടോ. കിറങ്ങി നടക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ച് അവനൊന്ന് കിടന്ന് എന്നോടൊക്കെ ഒന്ന് സംസാരിച്ച് അപ്പോഴത്തേക്ക് സമയം 4 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അവനുള്ള ലഞ്ചിനുള്ള ഏർപ്പാടാക്കണം. അപ്പം ഞാൻ ലഞ്ച് സ്മൂത്തിയാണ് കൊടുത്തത്. കാരണം 4 മണിയായി, ലഞ്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ആപ്പിൾ സ്മൂത്തിയാണ് ഞാൻ കൊടുത്തത്. കാരണം ഇനി 4 മണിയായല്ലോ, ഇനി ചോറ് കൊടുത്താൽ പിന്നെ രാത്രി കഴിക്കില്ല. പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ രാത്രിയിൽ പംകിൻ റൈസാണ് ഞാനിന്ന് അവനുണ്ടാക്കിയത്. ഭയങ്കര ഇഷ്ടമാണ് പംകിൻ റൈസും മുട്ടയും കൂടെ കൊടുത്താൽ. അതും കഴിച്ച് കഴിഞ്ഞപ്പോൾ രാത്രി ഒന്നൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് ഓർത്തു. ഞങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഡിന്നറൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ പോയി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. എൻ്റെ സൺഡേ എന്ന് പറഞ്ഞാൽ നല്ല റിലാക്സ് ആയ ഡേ ആണ്. പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും സൺഡേ എന്ന് വെച്ചാൽ. പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത നല്ലൊരു ദിവസമാണ്. ഞാൻ നല്ല റിലാക്സ് ചെയ്യുന്ന ദിവസമാണ്. ഹസ്ബൻഡ് ഒരു മണിയൊക്കെ ആകുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി, പിന്നെ പുള്ളി വരാൻ ഒരു 6 മണിയൊക്കെ ആവും. അതുവരെ ഞങ്ങൾക്ക് ഒരു പണിയില്ല. രാത്രി പിന്നെ ഡിന്നർ ഉണ്ടാക്കാനുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ. അത് അമ്മയും ഞാനും കൂടെ കൂട്ടി ഉണ്ടാക്കും. പിന്നെ ഈ തവണ അമ്മ തന്നെ ഡിന്നർ ഉണ്ടാക്കിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് സൺഡേ ഒരു പണിയില്ലായിരുന്നു. നല്ല റിലാക്സ് ആയുള്ള ദിവസമാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സൺഡേ ഇങ്ങനെയാണോ? നല്ല റിലാക്സ് ചെയ്ത് ഇരിക്കുന്ന സൺഡേ ആണ്. എന്തായാലും ഞാൻ നല്ല റിലാക്സ് ആയ ഡേ ആണ് സൺഡേ. ചുമ്മാ ഇരിക്കുന്നൊരു ദിവസം എന്ന് തന്നെ പറയാം. ഇനി മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.